ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ സിദ്ധാർത്ഥിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല നൂൽപുട്ടും ബീഫ് കുറുമയും ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ബീഫ് കഴിഞ്ഞ ദിവസം വേവിച്ചൊക്കെ വെച്ചപ്പോഴാണ് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു യാത്രയ്ക്ക് പോയത്. അതുകൊണ്ടൊക്കെ പകുതിക്കാണ്. ബജ്ജീൻ്റെത് കഴിഞ്ഞ ദിവസം വേവിച്ച് വെച്ചതുണ്ട്. ഇപ്പം ഞാൻ മാവ് കലക്കിയിട്ടുണ്ട് ഏഞ്ചിന് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫ്രോസൺ ബീഫ്. ഫ്രോസൺ ബീഫ് ആൾക്കാർ ബജ്ജിയില്ലേ ബീഫ് പൂപ്പിലൊടിച്ചാന്നൊക്കെ പറയും. അല്ല നൂൽപുട്ട് നോക്കും. ചിലവർ നൂൽപുട്ടിൻ്റെ മേലെ ഒത്തിരി മസിൽ പിടിക്കേണ്ടി വരാറുണ്ട്. മസിൽ പിടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോൻ കൂടെ കാണിക്കട്ടെ. അല്ല എൻ്റെ കൈ തെന്നുന്നതാണ്. അതെ ഇനിയിപ്പോ അങ്ങനെ പറ. അല്ല ഇറക്കിയെടുത്തോണ്ട് വീഡിയോ എടുക്കുന്ന ഞാൻ അത് കൊടുക്കണം. എന്തൊക്കെ റിസ്കാ. കൈ തെന്നിട്ടാട്ടോ. നമ്മളുണ്ടല്ലോ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് പൊടി ഇടുകയാണെങ്കിൽ നമുക്ക് എന്തില്ല. നിനക്ക് ആരോഗ്യമുണ്ടോ? അങ്ങനെയാണോ? എൻ്റെ മോളെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ഒന്നുണ്ടോ? നിങ്ങൾ പറയും. അടുത്തേക്ക് പിടിക്കും. നമ്മൾ ബീഫ് കുറുമേൻ്റെ അണിയറ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തവി എവിടെ പോയി ഇളക്കുന്നേ? ഇവിടെ പറഞ്ഞല്ലേ അതിനുള്ള തവി എന്തിനാ? ഇവിടെ വേറെ തവി ഉണ്ടാവുമല്ലോ. ഭയങ്കര ടാസ്ക് ആട്ടോ. എല്ലാ പാത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കിടക്കുന്നത്. കുറേ കഴിഞ്ഞ ദിവസം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഓരോ വീട്ടിൽ കൊടുത്തിട്ട് കുറേ പാത്രങ്ങളൊക്കെ എൻ്റെ ഓരോ വീട്ടുകളിലാണുള്ളത്. ഒക്കെ പോയി എടുക്കണം. ഇനി തേടി പിടിച്ച് വലിക്കുന്നത് വേദനയ്ക്ക് വരും. പീച്ചാൽ മതി. മമ്മീന്റെ സബ്സ്ക്രൈബേഴ്സിനെ പോലെയായി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അയ്യോ അങ്ങനെ ഇല്ല അടി. നീ എൻ്റെ മുത്തല്ലേ. ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ എല്ലാം മുത്തായ. സംസാരിച്ച് കാണിക്കട്ടെ. എനിക്ക് ഞാൻ മൂകയല്ലെന്ന് പറയാനാണ്. അതെ പറഞ്ഞോ. എന്താ പറയാനുള്ളത്? എൻ്റെ മകൾ ഊമയാണോ മൂകയാണോ ബദിരിയാണോ എന്ന് ചോദിച്ചു. അവളെ വാ തുറന്നാൽ ചാളമേരിയാണ്. പിന്നെ മിണ്ടാത്തതാണ് ചാളമേരി. നമ്മുടെ ബീഫ് കുറുമ ഇവിടെ റെഡിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ബീഫ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒന്നും കൂടെ ജസ്റ്റ് സ്റ്റീം ചെയ്യുന്നുണ്ട്. പിന്നെ കുറുമയ്ക്ക് അല്ല നൂൽപുട്ടിൻ്റെ കൂടെ കുറുമയ്ക്കുള്ള ബീഫ് ആയതുകൊണ്ട് കുറച്ച് വെന്താനും കഴിക്കില്ല. കുറച്ച് വേവുന്നതാണ് നല്ലത്. നമ്മുടെ ഒരു ട്രിപ്പ് നൂൽപുട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറുമ സെറ്റ് ആവണമെങ്കിൽ ഇനി ഈ കാഷ്യൂനട്ട് കുതിർത്തി അരച്ചതും കൂടെ ഒഴിച്ച് ഇത്തിരി ഗരം മസാലപ്പൊടി മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. എൻ്റെ കുട്ടീൻ്റെ അധ്വാനമാണ്. അതിനിടയ്ക്ക് നൂൽപുട്ടൊക്കെ കഴിച്ച് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ അങ്ങ് മറന്നുപോയി. തിരക്കിട്ടിറങ്ങി 10 മണിയാകുമ്പോഴേക്കും അമ്മേനെ കൊണ്ട് മേപ്പാടി എത്തണം. ബസ് എത്തിക്കറിഞ്ഞു. അങ്ങനെ ഞാൻ ഇതേ അമ്മേനെയും കൊണ്ട് വിംസ് ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ഈ ബസ്സിലാണ് വന്നിറങ്ങിയത്. നല്ല തിരക്കായിരുന്നു. ഇത് ഡയറക്റ്റ് ഇവിടെ വിംസ് ഹോസ്പിറ്റലിൽ തന്നെ എത്തും. അതുകൊണ്ട് ആ ബസ്സിൽ നല്ല തിരക്കാണ്. ഇവിടെ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്നിറങ്ങാൻ. അമ്മയ്ക്ക് എന്താ അസുഖം എല്ലാവരും ചോദിച്ചാൽ എന്താ ഞാൻ പറയണ്ടേ? എനിക്ക് സ്പോൺലെസ്സിന് പിന്നെ തേയ്മാനമുണ്ട്. പ്രായമായതിൻ്റെ അസുഖങ്ങൾ അതൊക്കെ തന്നെ. അമ്മ ഫുൾ ഇംഗ്ലീഷിലാണ് അമ്മയുടെ അസുഖത്തിൻ്റെ പേരും അറിയാം. ഇതൊക്കെ വാദം പിത്തം അതൊക്കെ തന്നെ. അമ്മ എന്നെക്കാൾ മുമ്പേ ചാടിത്തുള്ളി പോകുക കേട്ടോ. ഇനി അമ്മയ്ക്കുണ്ടുള്ളതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് കഞ്ഞി വേണ്ടി വരും. നോക്കിക്കോ നിങ്ങൾ. ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടറെ കാണിച്ച് നേരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് നമ്മൾ കഞ്ഞിയും പൊരിച്ചയിലയും പറഞ്ഞിട്ട് അമ്മ ഡോക്ടറെ കാണിച്ച് കുറേ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. തലേണൻ്റെ ചോട്ടിൽ വെക്കുമ്പോൾ തന്നെ അസുഖം പോകും. ഇതേ കഞ്ഞിയൊക്കെ കുടിച്ച് വിടുക. ഇനി ഞങ്ങളിത് ഈ ബസ്സിൽ കയറുന്നു, തിരിച്ചു പോകുന്നു. എന്നെക്കാളും എനർജറ്റിക്കാണ്. ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ പിന്നെ വെറുതെ കൂട്ട് വന്നതാണ്. അമ്മ ആ തലമുതിർന്നവരുടെ സീറ്റിൽ പോയിരുന്നു. അമ്മേനെയും കൂട്ടി തിരിച്ച് വീട്ടിൽ. അമ്മേനെ കൊണ്ടുപോയി വീട്ടിലിറക്കിയിട്ട് വേണം ഇടപെട്ടി പോയി. ശരിക്കും എനിക്കാണ് അസുഖം, അമ്മയ്ക്കാണ് അസുഖം.
ആദ്യം MRI എടുക്കാൻ പറ്റുമോ നോക്കണം, കാരണം പല്ലിന് നമുക്കിനി MRI സ്കാൻ എന്തൊക്കെയോ ചെയ്യാണ്ട് കേട്ടോ. പല്ലിന് ക്രൗൺ ഇട്ടുണ്ടല്ലോ, അപ്പൊ അത് MRI എടുക്കാൻ പറ്റുമോ? ആദ്യം ഷാജി പോയി. ഇതാ ആശാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ബേക്കിംഗ് സോഡ അമ്മായി എണ്ണ കുടിച്ചോ നോക്കട്ടെ. അമ്മായിയെ മടുത്ത് മനുഷ്യൻ, ജീവിതം വഴിയാതായി. ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ മോള് എനിക്ക് നല്ല ചൂടൻ സുടു ബജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് സുഖമായി. ആ അതെവിടെ സ്ഥലം? രാവിലെ ഒരു മുട്ട പൊഴിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു, അതിനകത്ത് ഏഞ്ചൽ മോൾ ബജിമാവിൽ മുക്കി പൊരിച്ചു. ശർക്കരയല്ല ഉണ്ടാക്കിയത്, ആരും അവളെ കളിയാക്കിയത്. ഓക്കെ ഒന്ന് പോയേ മമ്മി അവിടെ നിന്ന്. ഭയങ്കര അടുക്കളപ്പണി എൻ്റെ മോള് വന്നൊന്ന് തുടങ്ങിയതാ. അന്ന് രാവിലെ തുടങ്ങിയ പണിയാണ്. എന്താ പറയുന്നേ? പറ, ധൈര്യം പറ. എത്ര സ്ഥലത്തെ പിന്നെ എന്തൊക്കെയോ ഇത്ര അടയ്ക്കുന്നറിയുമല്ലോ, ഒന്നും അറിയണ്ടല്ലോ. എന്നിട്ട് കണ്ടോ ഇത് ഗൃഹനാഥന്റെ വിലാപം. ഇതാണ് നിങ്ങൾ കേൾക്കുന്നത്. കണ്ടോ, ചെലവിന് പൈസ തരുന്നതിന്റെയാ, കയ്യിലൊരു 150 രൂപ തരുന്നതിന്റെയാണ് ഇപ്പൊ ഈ കേൾക്കുന്നത് മൊത്തം. എന്താ പറയ്? ഒന്നുമില്ല. നീ ഞാൻ ഡിലീറ്റ് ആക്കൂല, ഒന്നും ഞാൻ ഡിലീറ്റ് ആക്കൂല. ഇവിടെ അധിക്ഷേപം കൂടുതലാണ്. നിനക്ക് വല്ലതും പറയാണ്ട് നീ? ഒന്നും അറിയില്ല നിനക്ക്. പക്ഷെ മൂകയും ബദരിയായ കുട്ടി, വാ തുറന്ന ചളമരിയ എന്നുള്ളത് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇതാ അപ്പോൾ അയ്യോ എടാ, എൻ്റെ ഹോം ടൂർ വീഡിയോ എടുക്കണം. ആകാശം വന്നിട്ട് നമുക്ക് ഹോം ടൂർ വീഡിയോ ഒക്കെ എടുത്തരും കേട്ടോ. അമ്മായി എന്തെടുക്കേക്കരെ? അപ്പം ഞങ്ങളിതാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. ചളമേരി വല്ലതും പറയാനുണ്ടോ? എനിക്ക് ഫോൺ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. അനിയൻ്റെ വീട്ടിൽ പോകണം, അമ്മേൻ്റെ അടുത്ത് പോകണം, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. രാത്രി വീണ്ടും ഞാൻ ജോജുവിൻ്റെ അടുത്ത് വന്ന്. എന്താ പറയാ? വല്ലതും പറയാണ്ടോ? എന്താ? അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നു കേട്ടോ. അമ്മ വേഗം സമയം പോയി. ജോൺസേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യാം ഫർണിച്ചർ കടയിൽ. അമ്മേൻ്റെ ഉദ്യാനം ഇതൊക്കെ എത്ര ദിവസം വരെ ഉണ്ടെന്നൊന്നും അറിയില്ല. എല്ലാ വർഷവും അമ്മ ഇതുപോലെ ഫ്ലവർ ഷോ ആകുമ്പോൾ കുറേയൊക്കെ വാങ്ങും, പിന്നെ പോകും. പിന്നെ ചാണകട്ട് മണ്ണോട്ട് മേലോട്ട് പോയോ? അമ്മേൻ്റെ വേഗം വരാൻ പറ. അന്നാൻ്റെ പോകും. അന്നാൻ്റെ വരുന്നില്ല മുത്ത, അന്നാൻ്റെ സമയമില്ല. ഞാൻ അമ്മേൻ്റെ അടുത്തൊരു സാധനം കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണേ. അമ്മയ്ക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി അത് കൊണ്ട് കൊടുത്തതാ. പോവാ. നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ? എന്താ? പിന്നെ എന്തൊക്കെയോ കാര്യം കാണിക്കാൻ വേണ്ടി എന്നെ വിളിക്കട്ടോ. പക്ഷെ എനിക്ക് സമയമില്ല. ജോൺസേട്ടൻ എന്നെ കൊടുവാളെടുത്ത് കാത്തിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിട്ടോ. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. പരിയാരത്തമ്മേൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് പത്തിരിയും പിടി പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് തിന്നട്ടെ, വിശക്കുന്നു. നല്ല വിശന്ന്. സ്നിട്ട് ചെയ്യട്ടോ. അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് അമ്പലത്തിലെ പ്രദക്ഷിണം പോയിട്ട് ബ്ലോക്കായിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതേ അമ്മേനെയൊക്കെ ഞങ്ങൾ കൂട്ടി വന്നിട്ടുണ്ട്. നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അമ്മേനെ കൂട്ടാൻ വേണ്ടി പോയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ ഞാൻ 3ാമത്തെ പ്രാവശ്യം പോകുന്നത്. ആദ്യം ഒന്ന് പോയി, പിന്നെ പത്തിരി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി, പിന്നെ അമ്മേനെ സിനിമയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി പോയി. അമ്മ മാത്രമൊന്നും അല്ല കേട്ടോ വരുന്നത്. അമ്മായി വരുന്നുണ്ട്, മേരി വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. വാ 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 ബാ 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 സിനിമയ്ക്ക്. നമ്മളിങ്ങനെയാട്ടോ സിനിമയ്ക്കൊക്കെ പോകുമ്പം ഒറ്റയ്ക്ക് അങ്ങനെ പോകലില്ല. അയ്യോ, ജോജു കയറി ഫ്രണ്ടിലിരുന്ന് നോക്ക്. ജോജു ആദ്യം അമ്മ മുമ്പിൽ കയറിയോ, കാരണം ബാക്കിൽ വേറെ 4 ആളിരിക്കണ്ടേ. ജോജുവിനെ വടിയിൽ വെച്ചോ.
നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് കേട്ടോ. ഏതോ ഒരു തമാശയുള്ള സിനിമ, എനിക്ക് തമാശയുള്ള സിനിമ കാണുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം, മേലെ പറമ്പിലെ ആൺവീട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അങ്ങനെ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. പണ്ടൊന്നും സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഞാൻ തരുപോലും ഇറങ്ങൂല. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. ഞാൻ എന്താ തുടങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. ഇവിടുന്ന് പോയ 3/4 ഭാഗമായപ്പോഴത്തന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങി ജോൺസേട്ടനോട് നല്ല ചീത്തയും കിട്ടുക. അത് എന്താ ഏതാണെന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ജോൺസേട്ടായി അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടി പോയി, ചക്കരയും കൂടെ. ഞാൻ കിടക്കാൻ വേണ്ടി പോകുകയാണ്. ഉറക്കം വരുത്, ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ ഉറങ്ങൂല. അതിപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ക്ഷീണം. എൻ്റെ അടുക്കളയിൽ എന്തൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാണ്ട്, അതെടുത്ത് വെക്കണം. കാലൊക്കെ തരിക്കുന്നു, പ്രായമായി തോന്നുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എടുത്തതെന്ന് എനിക്ക് പോലും അറിയത്തില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒരു പ്രായമാകുമ്പോൾ എല്ലാവരും സ്കിന്നിൽ എന്തൊക്കെയൊക്കെയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഹൈഡ്രോഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഒരു ഇത് ചെയ്തിട്ടുണ്ട്, എന്താണ് സ്കിൻ റിമൂവ് ചെയ്യുന്ന, എന്താണ് പറയുക, കെമിക്കൽ പീലിങ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ടൊരു ബ്ലാക്ക് മാർക്കായിട്ട്. അതല്ലാതെ ഞാനൊന്നും എൻ്റെ സ്കിന്നിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ ഇടും. എപ്പോൾ കുളി കഴിഞ്ഞാലും ഞാൻ മോയ്സ്ചറൈസർ ഇടും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇടുക, മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ലോഷൻ ഇടും ഞാൻ എപ്പോഴും. എൻ്റെ ബീഫ് കുർമയിൽ ഇത്രയും ബാക്കിയുണ്ട്, ഇത് ഇത്രയും ബാക്കിയുണ്ട്. അടുത്ത ഫ്രിഡ്ജിൽ വെക്കണം. ഒക്കെ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വെക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി ഈ ബാക്കിയുള്ള ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കൽ. എനിക്ക് അമ്മായി ഉള്ള കാരണം അമ്മായി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ കറക്റ്റ് നല്ല വൃത്തിക്ക് വെച്ചുതരും. അതെൻ്റെ മോര് കാച്ചിയത് കുറേ ബാക്കിയുണ്ട്. ഇപ്പം ഞാനിങ്ങനെ പിസ്തയൊന്നും കഴിക്കാത്ത കാരണം അങ്ങനത്തെ സോസൊക്കെ ഇവിടെ ബാലൻസാണ്. അരവണയുണ്ട്, നാളെ അരവണ എടുത്ത് കഴിക്കണം. ഇപ്പം കണ്ടപ്പോഴാണ് ഓർത്തത്. അപ്പം ഞാൻ പച്ചക്കറിയൊന്നും ഇപ്പം അധികം വാങ്ങി വെക്കാറില്ല. തൈര് ഞാൻ കുറേ വാങ്ങി വെക്കും. മോര് കാച്ചിയത് ഇവിടെ എപ്പോഴും എന്തുണ്ടാക്കിയാലും മോര് കാച്ചിയത് വേണം. യോഗം ഗീവേ കൊടുത്തതാണ്. പക്ഷെ ഇതുവരെ അയക്കാൻ പറ്റില്ല, കാരണം അതിന് അത്രയ്ക്കും വെയിറ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്കും വെയിറ്റാണ്. എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ ഈ വീട്ടിൽ കൂടിയിട്ട് 11 വർഷമായി, 12ാമത്തെ വർഷമാവുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. വിസിറ്റ്സ് മീ ആന ജോൺസൺ ഫ്രം ന്യൂസ്. ഇപ്പം തിന്നുകൊണ്ടേയിരിക്കും. ഗുഡ് നൈറ്റ്.